വെൽക്കം ബാക്ക്. പായസം എന്തെല്ലാം തരമുണ്ടല്ലേ. ചക്കപ്പഴത്തിൻ്റെ പായസം വെച്ചിട്ടുണ്ടോ? അടിപൊളിയാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ മേലാത്ത ഒരു ടേസ്റ്റാണ്. നല്ല ചക്കപ്പഴമായിരിക്കണം, നല്ല തിക്ക്. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം കിട്ടിയത് ഇച്ചിരി തിന്നായിരുന്നു. അതിൻ്റെ ഒരു ഇച്ചിരി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ചക്കപ്പഴമാണെങ്കിൽ അത് ഇപ്പോൾ ഇവിടെ ഞാൻ കടയിൽ പോയപ്പോൾ എനിക്ക് ചക്കപ്പഴത്തിൻ്റെ സീസണായിരുന്നു. ഒരു ചക്കപ്പഴം കിട്ടി, എന്നാൽ ഒരു ചക്കപ്പഴം ഉണ്ടാക്കാമെന്ന് കരുതി. എൻ്റേതായ വെയിൽ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ആരോ ഇങ്ങനെ എന്നോട് പറഞ്ഞു ചക്കപ്പഴം പായസം അടിപൊളിയാണ്, എന്നാൽ ഒന്ന് വെച്ച് നോക്കാമെന്ന് കരുതി. സോ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ ചക്കപ്പഴത്തിനെ എടുത്തു. ഇതൊരു സാമാന്യം വലിപ്പമുള്ളൊരു ചക്കയായിരുന്നു. അപ്പോൾ അതിൻ്റെ മുക്കാലും എടുത്തു. എന്നിട്ട് ഇനി ഇതിനെ കുരുവെല്ലാം കളഞ്ഞ്, പക്ഷേ ഇതിൻ്റെ മടലെല്ലാം ഇതിനകത്ത് പോകും കേട്ടോ, കമ്പോസ്റ്റിനകത്ത് പോകും. അപ്പോൾ അത് കമ്പോസ്റ്റിൻ്റെ ചെറിയ ബിന്നത്. പക്ഷേ ഒന്നിനകത്ത് തികയത്തില്ല, 3 പ്രാവശ്യമെങ്കിലും എടുക്കേണ്ടി വന്നു. എന്നിട്ട് വെളിയിലൊരു വലിയ കമ്പോസ്റ്റ് ഉണ്ട്, അതിനകത്ത് ഇട്ട്. ഇത് കിച്ചണിലിരിക്കുന്ന കമ്പോസ്റ്റ്, കുഞ്ഞി കമ്പോസ്റ്റ്. കിച്ചണിലെ വേസ്റ്റ് എല്ലാം, അതായത് വെജീസിൻ്റെ വേസ്റ്റ് എല്ലാം ഞാൻ അതിനകത്തിട്ടിട്ട് അടഞ്ഞിരുന്നോളും. എന്നിട്ട് എംറ്റി അപ്പുറത്താക്കുന്നത്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് കുഞ്ഞായിട്ട് അരിയണം. കുഞ്ഞായി ഈ ഒരു സൈസ് മതി. കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതിനെ നമുക്ക് പിന്നെ വഴറ്റണം. പിന്നെ നമുക്ക് വേണ്ടുന്ന ശർക്കരയാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ, എനിക്ക് തോന്നുന്നു മെക്സിക്കൻ സ്റ്റൈലാണെന്ന് തോന്നുന്നു, പാം ഷുഗറാണെന്ന് തോന്നുന്നത്. പിന്നെ ഇതാണ് എനിക്കിവിടെ ഇഷ്ടം. കളർ ഇതിനകത്ത് മായമില്ലെന്ന് കരുതുന്നു. നമ്മുടെ ഇന്ത്യൻ്റെ മറ്റേ കട്ടയിൽ കഴിഞ്ഞു. പിന്നെ തേങ്ങാപ്പാൽ. അപ്പം ഞാൻ ശർക്കര ഇവിടെ വെള്ളത്തിൽ വെന്തുകൊണ്ടിരിക്കുന്നു, ചക്കരപ്പാനി ഉണ്ടാക്കാൻ. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാൽ. ഇത് ക്രീമി കോക്കനട്ട് മിൽക്കാണ്. പിന്നെ ഞാൻ ഇവിടെ പോയപ്പോൾ ഇങ്ങനെയും കിട്ടി, അപ്പോൾ അതും മേടിച്ചു. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി ചർച്ചിലേക്ക് ഒരു ഫങ്ഷന് വേണ്ടി ഉണ്ടാക്കുക, അപ്പോൾ ഏറെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു പാലും കൂടെ അതിനകത്ത് ഒഴിക്കാമെന്ന് കരുതി. അപ്പോൾ തേങ്ങാപ്പാലിനകത്ത് തന്നെ ക്രീമിയായിട്ട് ഉണ്ടാക്കുവാണ്. ഇത്തിരിയൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇച്ചിരി പാലും കൂടെ ഒഴിച്ചു. അപ്പോൾ ഇതിന് നമുക്ക് ചെറുതായിട്ടപ്പോൾ എനിക്ക് അസിസ്റ്റൻറ്റ്. താങ്ക് യു. പിന്നെ ഞാൻ അത് ഇച്ചിരി കടല, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഞാൻ വിളിച്ചു. നാച്ചുറൽ ടേസ്റ്റ് വരാൻ വേണ്ടി ഇരിക്കുകയല്ലേ എല്ലാവരും, തോണ്ടിക്കൊണ്ടിരിക്കുകയല്ലേ ഫോണിൽ. അപ്പോൾ എല്ലാവരും വന്ന് കടല നമ്മൾ പൊളിച്ചു. പിന്നെ നമ്മുടെ ചവരി, അപ്പോൾ 2 തരത്തിലുള്ള ചവരിയാണ് എടുത്തിട്ടുണ്ട്, വലുതും ചെറുതും. വെറുതെ ഒരു ചേഞ്ചിന് വേണ്ടി എടുത്തതേ ഉള്ളൂ. ചവരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 150 പേർക്കുള്ളതാണ് കേട്ടോ. അപ്പം നമ്മുടെ രാവിലെ ഞാൻ അതിനെ വഴറ്റുവാണ്. നന്നായിട്ട് നെയ്ക്കകത്ത് വഴറ്റിയെടുക്കുക. വഴറ്റിയെന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തുള്ളൂ. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ ഇൻ കേസ് വെള്ളം ഒഴിക്കണേ വെള്ളം വെച്ചിട്ടുണ്ട്, ചവരിക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് പായസം ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം ഞാൻ അതിനകത്ത് ഇച്ചിരി വെള്ളം വെച്ചു. പക്ഷേ ഇതിന് ഞാൻ രണ്ടാമത് ഞാൻ ഉണ്ടാക്കിയതാണ്. അതിനകത്ത് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു. പക്ഷേ വെള്ളം ഒട്ടും ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ റിയലൈസ് ചെയ്തു ഒട്ടും വെള്ളം ഒഴിക്കാതെ ആ പാലും ഇത് മാത്രം, അപ്പം നല്ല കുറുകിയിരിക്കും. എന്നെ ഇച്ചിരി ലൂസായി പോയായിരുന്നു. പക്ഷേ ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ആദ്യമല്ല, പല 1-2 പ്രാവശ്യം അതിന് മുമ്പ് ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ എനിക്ക് തെറ്റ് മനസ്സിലായി, വെള്ളം ഒഴിക്കാൻ പാടില്ല. കുറുകി പോകല്ലോ എന്ന് കരുതി ഞാൻ അല്പം വെള്ളം ഒഴിച്ച. അപ്പോൾ നമ്മുടെ ചുക്കും ഏലക്കായും ഇച്ചിരി ജീരകം ഇട്ടിട്ടുണ്ട്. അത് പൊടി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഞാനത് വഴറ്റിക്കൊണ്ടിരിക്കുമ്പം തന്നെ അതിൽ അങ്ങിടാമെന്ന് കരുതി. സോ അതിൽ പിടിക്കണമല്ലോ. അപ്പം രാവിലെ ഇപ്പോൾ ഒരു 6:45 ഉള്ളൂ കേട്ടോ. രാവിലെ എണ്ണീറ്റ് 8:30 ആകുമ്പോഴത്തേക്കും പോകണം ഇവിടുന്ന്. അത് കാരണം അതായിട്ട് വേണം. അപ്പം ഞാൻ അടുപ്പൊക്കെ മാറ്റി ഇങ്ങോട്ടാക്കി. അതിനകത്ത് നമ്മുടെ പാല് ഒഴിച്ചു. തിളക്കട്ടെ. അപ്പം നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ റെഡിയാക്കാം. അപ്പോഴത്തേക്കും നല്ല ക്രീമി ആയിട്ടുള്ള തേങ്ങാപ്പാലാണിത്.
സോ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ചൗരി ഇടണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തേക്കാം, ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചാൽ എത്ര ആയാലും ഒക്കെ എത്ര നേരം ഇളക്കിയെന്ന് പറഞ്ഞാൽ ഇച്ചിരിച്ചൊക്കെ അടി പിടിക്കും. അപ്പോൾ നമ്മുടെ ചവരി റെഡിയാണ്. ഞാൻ കഴുകി വെച്ചു. അതിനെ നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇടാം. ഇവിടുത്തെ ഇവിടെ ഉണ്ട് കേട്ടോ, ഒത്തിരി പോപ്പുലറായി ഏഷ്യൻ ഡ്രിങ്കിനകത്തൊക്കെ ഉണ്ട് ഈ ചവരി, സാഗ എന്ന് പറയുന്നത്. അതിനകത്ത് അവരുടെ വേ ഓഫ് കുക്കിംഗ്, അതേ ചെറിയ ചവരി, അവരുടെ വേ ഓഫ് കുക്കിംഗ് എന്ന് പറയുന്നത്, എൻ്റെ മോൾ അവിടെ ജോലി ചെയ്തതാണ്. അപ്പോൾ അവളെന്നോട് വന്നിട്ട് പറയും, വെള്ളം ബോയിൽ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് 8 മിനിറ്റ് ഇതിനെ ബോയിൽ ചെയ്യുക. വെള്ളം തിളച്ച് കഴിഞ്ഞ് ഇടാവും. എന്നിട്ട് 8 മിനിറ്റ് ഇതിനെ നന്നായി ബോയിൽ ചെയ്യുക. ചെറുതായതുകൊണ്ട് ഇച്ചിരി കട്ടയായിട്ടുണ്ട്. 8 മിനിറ്റ് അതിനെ നന്നായി ബോയിൽ ചെയ്തതിന് ശേഷം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ എന്ത് ചെയ്യണം, അടച്ചു വെക്കണം. എന്നിട്ട് അവർ ടൈമർ വെച്ചാൽ 20 മിനിറ്റ്സ് അതിനെ അടച്ചു വെക്കും. അപ്പോൾ അത് കറക്റ്റ് കുക്കിങ് വരുമെന്നാണ്, ഓവർ കുക്കാകത്തില്ലെന്നാണ് അവൾ പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് അവരുണ്ടാക്കുന്നത്. നമ്മൾ ചുമ്മാ എപ്പോഴേലുമൊക്കെ തിളച്ച് വേകുന്നിടം വരെ, ഒരു പേളായി വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. ചെറുത് ഓൾറെഡി വെന്തു, കാര്യം അത് പെട്ടെന്ന് അങ്ങ് വേകും. പക്ഷെ വലുത് വേകണം. അപ്പം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെക്കാമെന്ന് ഓർത്തു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ കുക്ക് ചെയ്ത നമ്മുടെ ചൗവരിയെ ഞാൻ ശർക്കര വെള്ളത്തിനകത്തോട്ടിട്ടു. അതാകുമ്പോൾ അതിനകത്തോട്ട് നന്നായിട്ട് മധുരം അങ്ങ് പിടിച്ചോട്ടെന്ന് കരുതി. അപ്പോൾ നമ്മുടെ വഴറ്റിയ അതിനകത്ത് ഇതിങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അത് ശർക്കര വെള്ളത്തിനകത്ത് കിടക്കുന്നു. അടുത്തതും അതിനകത്തോട്ട് ഇട്ടിപ്പോൾ വലുതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും അതിനകത്തോട്ട് ഇട്ടു. നമ്മുടെ ശർക്കര വെള്ളം ഏറെ ഉണ്ട്. ഇങ്ങനെ ശർക്കര വെള്ളത്തിലിടണമെന്നില്ലല്ലോ കേട്ടോ. ഞാനെന്നിട്ട് നോക്കിയതാണ്. അതാകുമ്പോൾ അല്പം കൂടെ ഒരു വെള്ളച്ചുവ മാറാൻ വേണ്ടി. അപ്പോൾ കോക്കനട്ട് മിൽക്ക് പിന്നെയും ഒഴിക്കാം. ആദ്യത്തെ ഇച്ചിരി ലൈറ്റായിട്ടുള്ള കോക്കനട്ട് മിൽക്ക്. ഇവിടെ ഈ 1-ാം പാൽ 2-ാം പാൽ 3-ാം പാൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നുമില്ല. ഒന്നാം പാൽ ഒഴിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, 3-ാം പാൽ ഒഴിക്കാൻ വേണ്ടി എന്നാ ചെയ്യും, ഇച്ചിരിയുടെ വെള്ളം കൂട്ടും അല്ലേ. അപ്പോൾ ഇത് വെള്ളത്തിലായതുകൊണ്ട് കുഴപ്പമില്ല, പിരിയത്തില്ല. സോ അതിങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ചുക്കും ഏലക്കായും ഇപ്പം ജീരകവും കൂടെ പൊടിച്ച് അല്ലേ, പായസം എടുക്കുമ്പോൾ ഒരു അരോമ വേണം. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഡെക്കറേഷൻസ് വേണ്ടേ. അപ്പം ബട്ടർ ഇട്ടു, തേങ്ങാക്കൊത്ത്, അത് സെയിം തന്നെ ഞാൻ എല്ലാത്തിലും ഇടുന്നു. തേങ്ങാക്കൊത്തും കാഷ്യൂവും നമ്മുടെ ആദ്യം കാണിക്കേണ്ട വീഡിയോ, ആദ്യമായിട്ടേണ്ട വീഡിയോ ആയിരുന്നു തോന്നുന്നു, രണ്ടാമതായിട്ട് തന്നെ അത് തന്നെയാണ് കേട്ടോ. സോ അല്പം കൂടെ നോക്കട്ടെ. ഓൾമോസ്റ്റ് ആയി അല്ലേ. അപ്പോൾ തേങ്ങ അതിനകത്തൊട്ടിട്ടു, തേങ്ങാക്കൊത്ത് അതിനകത്തൊട്ടിട്ടു. അപ്പോൾ ഇനി നെക്സ്റ്റ് എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്താലും മതി. പിന്നെ ഒത്തിരി ആയതുകൊണ്ട് ഏറെ എമൗണ്ട് ഉള്ളത് കൊണ്ട് ഞാനതിനെ ഇത് ചെയ്യുകയാണ്. ഇത് ചെയ്യണ്ടെന്ന് സാമ്പിളേ
അപ്പോൾ എന്നിട്ട് അൺഎക്സ്പെക്റ്റഡായിട്ട് മഴയും പെയ്തു കേട്ടോ. ഇത് നല്ല ഫോഴ്സിൽ നല്ല ഫാസ്റ്റായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മഴ കാണുന്നത്. അപ്പം തന്നെ മഴയും പെയ്യുന്നുണ്ട്. വലിയ ഇതായിട്ടില്ല, എന്നാലും ഒരുവിധം നനയാൻ വേണ്ടി പെയ്തു. അപ്പം നമ്മുടെ എന്തുണ്ടായിരുന്നു, നമ്മുടെ ഇച്ചിരി കാഷ്യൂ ഉണ്ട്, നമ്മുടെ കടലയുണ്ട്, നിലക്കടല എന്നല്ലേ എന്ന് പറയുന്നത്. മുംഫല്ലി എന്ന് തൊലിയിലല്ല, ഞങ്ങൾ മുംഫല്ലി എന്നായിരുന്നു പറയുന്നത്. കിച്ചണൊക്കെ എന്ത് സ്റ്റൈലിലായിരിക്കുന്നു എന്നല്ലേ, സാധനങ്ങളെല്ലാം നേരുന്നായിരുന്നു. നമ്മുടെ റൈസിന് വിട്ടു. യൂഷ്വലി ഞാൻ വൈറ്റ് റൈസിനും ഗോൾഡൻ റൈസിനും ഇതിനിടാറുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഗോൾഡൻ കണ്ടില്ല, തപ്പിട്ട് കിട്ടിയില്ല. പായസത്തിന് ഞാൻ യൂഷ്വലി രണ്ടും ഇടാറുണ്ട്. അപ്പോൾ മഴ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനതുകൊണ്ട് പെട്ടെന്ന് ചെടിയെല്ലാം, എൻ്റെ അകത്തിരുന്ന ചെടികളെല്ലാം സൈഡിലിരുന്നെല്ലാം എടുത്ത് വെളിയിൽ വെച്ച് നല്ലപോലെ വാഷ് ചെയ്ത് നോക്കുന്നത്. അത് കാണുമ്പോൾ യൂഷ്വലി മഴ അങ്ങ് പോകും. അപ്പം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തു. എല്ലാം ഡെക്കറേഷൻസ് എല്ലാം ഇട്ടു. ചർച്ചിലെത്തി സാധനം ഞങ്ങൾ ഗ്ലാസ്സിനകത്തൊക്കെ എടുത്തു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, ഇതുവരെ ഉണ്ടാക്കിയില്ലെങ്കിൽ. ഇപ്പോൾ ചക്കപ്പഴത്തിൻ്റെയൊക്കെ സീസൺ കഴിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ ഉള്ളപ്പം കിട്ടുമ്പോൾ ഒന്നുണ്ടാക്കി നോക്കുക, അടിപൊളിയാണ്. നല്ല സ്പെഷ്യലി തിക്കായിട്ടുള്ള, ഞാൻ ഇത് ചെയ്തത് നല്ല കട്ടിയുള്ള ഇതാണെങ്കിൽ, ചക്കപ്പഴമാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാര്യം അതാണ് നല്ല മെൽറ്റ്, നമ്മുടെ വായിലിടുമ്പോഴത്തേക്കും നല്ല മെൽറ്റായി പോവും. തിന്നാകുമ്പം അത്രയ്ക്കും മെൽറ്റ് ചെയ്യാവത്തില്ല. സോ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇതാണ് നമ്മുടെ ചക്കപ്പഴ അപ്പം. ഇങ്ങനെ ഇരിക്കും ഇത് കണ്ട ചക്കപ്പഴ പായസം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു.